കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന പുതുപ്പള്ളിക്കാവലാണ്. എന്റെ തൊട്ട് പുറകെ കാണുന്നത് നിങ്ങൾ കണ്ട ഒരു ഓടയുടെ സ്ലാവ് പോയി കിടക്കുന്നത്. ഇന്നലെ ഒരാൾ ഇതിന്റെ അകത്ത് വീണിട്ട് കൈക്കും കാലിനും നല്ല ഒടിവ്. അപ്പൊ നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കി. ഈ ഓട ഇവിടെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 7-8 മാസമായി. ഇതിന്റെ സ്ലാവ് ഒടിഞ്ഞു പോയി ഇതിന്റെ അകത്ത് കിടക്കുകയാണ്. ഇവിടെ PWD അധികാരികൾ ഇവിടെ വഴിയുടെ മെയിൻ്റനൻസ് വർക്കിന് വന്നപ്പോഴത്തേന് അവരും കണ്ടതാണിത്. അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവരാണ് കുറെ ടാറും വീപ്പി എടുത്ത് അങ്ങോട്ട് വെച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. നിങ്ങൾ നോക്കിയ കഴിഞ്ഞ ദിവസം ഒരാൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവർക്ക് ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. അവരെ ജോയിസിലോട്ട് പോയതാണ്. അപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോഴത്തേന് ഈ ഓടയ്ക്കകത്ത് വീണിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ പരിക്ക. നിങ്ങൾക്കറിയാം ഈ ഓടയ്ക്കകത്തോട്ട് പോയത്തെ അവസ്ഥ. അതുകൊണ്ട് ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തൊട്ട് വാതിക്ക് 2 സ്കൂള്, പുതുപ്പള്ളിയിലെ പ്രമുഖമായ 2 സ്കൂളുകളുള്ള ഇത് LP സ്കൂളാണ്. ഇവിടെ ധാരാളം കുട്ടികൾ വരുന്ന ഒരു സ്ഥലത്താണ് ഇതുപോലെ അനാസ്ഥ. പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാം ഇത് കാണുന്നത്. പക്ഷെ ആരും ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാറില്ല. നിങ്ങൾ നോക്കിയേ, ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ആക്സിഡന്റ് ആയ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ ഒരു സംഭവം പുതുപ്പള്ളിൽ ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഇവിടെ ഓടി വരികയും ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ നോക്കി, അദ്ദേഹത്തിന്റെ പരിക്കും കാണാം. ഞാൻ അതും കൂടെ കാണിക്കും. ഇത് കണ്ടോ, ദേഹത്ത് മുഴുവൻ പരിക്കാം. കാലയില്, തലയില് ഉണ്ടോ, ദേഹത്തുണ്ടോ ഈ ഓടയ്ക്ക് ആ സ്ലാബിലടിച്ച് വീണത്. ഇവിടെ എല്ലാം ഇതായിട്ട് ഇത് ഇനി 1-2 മാസത്തിന് അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പാണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അതേ പുതുപ്പള്ളി കവലയിലൊരു ഓടയുണ്ട്. അതും ഇതുപോലെ തന്നെ അവിടെ സ്ലാവ് പോയി കിടക്കുകയാണ്. അത് പലവട്ടം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് അതൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. നിങ്ങളെ ഞാൻ അതും കൂടെ കാണിക്കാം. ഇതിൻ്റെ അകത്ത് കണ്ട് ഇവിടെ ഈ താറമ്പീപ്പ ഇരിക്കുന്നുണ്ട്. എന്തുമാത്രം വാഹനങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങൾ നോക്കിയേ. ഈ കുട്ടികളൊക്കെ ഈ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ ഇതിലെയാണ് നടന്നു പോകുന്നത്. തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അവർ ഇതിലെയാണ് നടന്നു വരുന്നത്. അപ്പോൾ എന്തുണ്ടോ ഇതൊക്കെ പിള്ളേരെല്ലാം നടന്നു വരുന്നുണ്ടോ. രാത്രിയിലാണെന്നുണ്ടോ ഇവിടെ വെട്ടമില്ല. ഈ ഓടയ്ക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരാളുടെ ജീവൻ പോയാലേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അന്നേരം ഈ അധികാരികളെന്ന് പറയുന്നവർ ഉണരത്തുള്ളൂ. ഇത് എൻ്റെ പുതുപ്പള്ളി കവലയിലൊരു ഇതുണ്ടോ, കവലയുടെ നടുക്കുണ്ടായൊരു ഇതാണ്. ഇതിൻ്റെ അകത്ത് ചാടാത്ത വാഹനം ഇല്ല. ഇവിടെ നിരവധി അപകടങ്ങൾ ഓരോ ദിവസവും. ഇവിടുത്തെ ടാക്സിക്കാർ മിക്ക ദിവസവും വിളിച്ച് പറയും ഇതുപോലെ ഈ ഓടയ്ക്കകത്ത് പോയി ഓരോരുത്തരും വീഴുന്ന 2 വീലറുകാരാണ് വന്ന്, അവരെ കാണുന്നില്ല. വരുമ്പോഴത്തേക്കും സൈഡ് തീർത്തെടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് വാഹനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ചാടിക്കൊണ്ടിരിക്കുക. ഒരു ചാക്ക് സിമെന്റ് മേടിക്കാനുള്ള പൈസ പോലും ഇവിടെ പഞ്ചായത്തിനും ഈ PWDക്ക് ഇല്ലെങ്കിൽ പിന്നെ ആരോട് എന്നാ പറയാനാ.